പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യം മുതൽ നമ്മുടെ മേൽ ദൈവകരുണയും മനോഗുണവും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ പുണ്യതിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. കർത്താവായ യേശു ക്രിസ്തുവിൽ ഏറ്റവും വാത്സല്യമുള്ള ദൈവമക്കളെ, പീഡാനുഭവവാരത്തിൻ്റെ അനുഭവത്തിലൂടെ നാം കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കർത്താവും രക്ഷിതാവുമായ പൊന്നു തമ്പുരാൻ നാം ഓരോരുത്തരുടെയും പാപമോചനത്തിനും വിടുതലിനും രക്ഷയ്ക്കും വേണ്ടി ക്രൂശിൽ സ്വയം യാഗമർപ്പിച്ചതിൻ്റെ അനുസ്മരണമാണ് ഈ പീഡാനുഭവവാരത്തിൽ നാം ധ്യാനിക്കുന്നത്. കർത്താവായ യേശു ക്രിസ്തു ക്രൂശിൽ കിടന്നുകൊണ്ട് 7 പ്രാവശ്യം സംസാരിച്ചതായി വേദപുസ്തകം നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ആ 7 വാക്കുകളും നമുക്ക് തരുന്ന 7 അതിമനോഹരമായ ഓർമ്മപ്പെടുത്തലുകളും ആഹ്വാനങ്ങളുമാണ് എന്ന് ഓർക്കുക. പീഡാനുഭവവാര ധ്യാനത്തിനു വേണ്ടി ഒരു വിഷയം ധ്യാനിച്ചു കൊണ്ടിരുന്നപ്പോൾ ക്രൂശിൽ നിന്ന് കേട്ട ശബ്ദം ധ്യാന വിഷയമാക്കുവാൻ ദൈവാത്മാവ് ഉൾപ്രേരണ തരികയായിരുന്നു. ഈ കേൾക്കുന്ന ശബ്ദമെല്ലാം നമ്മുടെ ജീവിതത്തെ ആഴമായി ഭരിക്കുകയും ബാധിക്കുകയും ചെയ്യേണ്ടവയാണ്. ക്രൂശിൽ നിന്ന് കേൾക്കുന്ന ഒന്നാമത്തെ ശബ്ദം കർത്താവ് ഒരു പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നതാണ്. പിതാവേ, ഇവർ ചെയ്യുന്നത് എന്തെന്ന് അറിയായികയാൽ ഇവരോട് ക്ഷമിക്കണമേ. റോമൻ പടയാളികളാണ് കർത്താവിനെ കുരിശേറ്റിയത്. യഥാർത്ഥത്തിൽ കർത്താവിനെ കുരിശിൽ തറയ്ക്കാൻ ഉത്തരവാദികളായി തീർന്നത് യഹൂദ മതത്തിലെ ഉന്നതാധികാരികളാണെങ്കിലും അവനെ പീഡിപ്പിച്ചതും വസ്ത്രാക്ഷേപം ചെയ്തതും അതികഠിനമായി ശോധന ചെയ്തതും ആണിതറച്ചതും കുരിശിലേറ്റിയതുമൊക്കെ റോമൻ പടയാളികളാണ്. എന്നാൽ ആ പടയാളികൾക്ക് സത്യത്തിൽ അവർ എന്തിനാണ് ഇതൊക്കെ ചെയ്യുന്നതെന്ന് വേണ്ടവണ്ണം അറിയില്ലായിരുന്നു. അതുകൊണ്ടാണ് കർത്താവ് അവരെക്കുറിച്ച് ഇങ്ങനെ പിതൃസന്നിധിയിൽ നിലവിളിച്ചത്: പിതാവേ, ഇവർ ചെയ്യുന്നത് എന്താണെന്ന് ഇവർക്ക് അറിയില്ല. ഇവർ സത്യമറിഞ്ഞുകൊണ്ടല്ല ഈ വലിയ കുഴപ്പം സൃഷ്ടിക്കുന്നത്. നീ ഇവരോട് പൊറുക്കണം. അറിയാതെ ചെയ്ത തെറ്റ് ആത്മാർത്ഥമായി അവരോട് ക്ഷമിക്കുകയും ക്ഷമിക്കണമെന്ന് പ്രാർത്ഥിക്കുകയും ചെയ്തു കർത്താവ്. താൻ അവരോട് ക്ഷമിച്ചു കഴിഞ്ഞതുകൊണ്ടാണ് തൻ്റെ പിതാവിനോട് അവരോട് ക്ഷമിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നത്. ഞാനൊരാളോട് ക്ഷമിക്കാതെ ആ ആളോട് ക്ഷമിക്കണമെന്ന് ഞാൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുകയില്ല. അങ്ങനെ പ്രാർത്ഥിക്കാൻ ഒരാൾക്കും കഴിയില്ല. ഈ പ്രാർത്ഥനയിലൂടെ കർത്താവ് ഒരു വലിയ സന്ദേശം ഇന്ന് നമുക്ക് പകുത്തു തരുന്നുണ്ട്. നിങ്ങളെ മുറിവേൽപ്പിച്ച സകലരോടും, നിങ്ങളെ വേദനിപ്പിച്ച സകലരോടും, നിങ്ങളെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന സകലരോടും ഇന്ന് ഈ ധ്യാനവേളയിൽ നിങ്ങൾക്ക് ക്ഷമിക്കാൻ കഴിയണം. എത്ര പീഡാനുഭവവാരങ്ങൾ കഴിഞ്ഞുപോയി പ്രിയപ്പെട്ടവരെ, അതിൻ്റെ ധ്യാനങ്ങളും കടന്നുപോയി. പക്ഷേ ഇന്ന് വരെ മുറിവേൽപ്പിച്ചവരോട് ക്ഷമിക്കാൻ നമ്മിൽ അനേകം പേർക്ക് കഴിഞ്ഞിട്ടില്ല. എന്തുകൊണ്ടാണ് കഴിയാത്തത് എന്ന് ചോദിച്ചാൽ, ഇന്ന് വരെ ക്രൂശിക്കപ്പെട്ട യേശു ക്രിസ്തുവിനെ അറിഞ്ഞിട്ടില്ല, മനസ്സിലാക്കിയിട്ടില്ല, ബോധ്യപ്പെട്ടിട്ടില്ല. ആ ക്രൂശിലെ യേശുവിനോട് താതാത്മ്യപ്പെട്ടിട്ടുമില്ല. ക്രൂശിലെ യേശുവിനോട് താതാത്മ്യപ്പെടാൻ നമുക്ക് എപ്പോൾ കഴിയുന്നുവോ അപ്പോൾ മാത്രമേ നമ്മെ വേദനിപ്പിച്ചവരോട് നമുക്ക് ക്ഷമിക്കാനായിട്ട് കഴിയുകയുള്ളൂ. ക്ഷമയും സ്നേഹവും പരസ്പര പൂരകങ്ങളായ 2 സംഗതികളാണ് എന്ന് തെല്ലൊന്ന് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകും. കർത്താവായ യേശു ക്രിസ്തു തൻ്റെ പരസ്യവേലയുടെ ആരംഭ നാളിൽ തൻ്റെ ഗിരിപ്രഭാഷണത്തിലൂടെ ഇങ്ങനെ പഠിപ്പിച്ചിട്ടുണ്ട്: നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിപ്പീൻ, നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിപ്പീൻ. ശത്രുവിനെ സ്നേഹിക്കാൻ ഒരാൾക്ക് ദൈവം ആഹ്വാനം തരികയാണ്. ഇവിടെ ഒരു വലിയ യാഥാർത്ഥ്യം മനസ്സിലാക്കണം. ഒരാളോട് ആത്മാർത്ഥമായി ക്ഷമിക്കാതെ ആ ആളെ ഒരളവിലും സ്നേഹിക്കാനായിട്ട് നമുക്ക് കഴിയില്ല. ഒരാളോട് ആത്മാർത്ഥമായി ക്ഷമിക്കാൻ കഴിഞ്ഞാൽ മാത്രമേ ആ ആളെ സ്നേഹിക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. അപ്പോൾ തന്നെ നാം അതിൻ്റെ മറുവശം കാണണം. ഒരാളെ ആത്മാർത്ഥമായി നാം സ്നേഹിക്കുന്നുണ്ടെങ്കിൽ മാത്രമേ ആ ആളോട് നമുക്ക് മനഃപൂർവ്വമായി ക്ഷമിക്കാൻ കഴിയുകയുള്ളൂ. തീർച്ചയായിട്ടും അതെ, ഒരാളെ സ്നേഹിക്കുന്നുവെങ്കിൽ മാത്രമേ ആ ആളോട് ക്ഷമിക്കാൻ നമുക്ക് കഴിയുകയുള്ളൂ. ക്ഷമിക്കാതെ സ്നേഹിക്കാനും കഴിയില്ല, സ്നേഹിക്കാതെ ക്ഷമിക്കാനും കഴിയില്ല എന്ന് പറയുമ്പോൾ ക്ഷമയും സ്നേഹവും ഒരു നാണയത്തിൻ്റെ 2 വശങ്ങളാണ് എന്ന സത്യം ഇന്ന് നാം തിരിച്ചറിയണം. ഇന്ന് പലപ്പോഴും നമുക്ക് നമ്മുടെ പ്രിയപ്പെട്ടവരോട് ക്ഷമിക്കാൻ കഴിയാത്തത് എന്തുകൊണ്ടാണ്? നമ്മളത് വേണ്ടവണ്ണം അന്വേഷിച്ചിട്ടില്ല, അതുകൊണ്ട് തന്നെ നമുക്കത് ബോധ്യപ്പെട്ടിട്ടുമില്ല. ഭാര്യയ്ക്ക് എന്തുകൊണ്ടാണ് തൻ്റെ ഭർത്താവിനോട് ക്ഷമിക്കാൻ കഴിയാത്തത്? തിരികെ ഭർത്താവിന് എന്തുകൊണ്ടാണ് തൻ്റെ ഭാര്യയോട് ക്ഷമിക്കാൻ കഴിയാത്തത്?
നൊന്ത് പ്രസവിച്ച് വളർത്തിയ മക്കളോട് എന്തുകൊണ്ടാണ് ഒരമ്മയ്ക്ക് ക്ഷമിക്കാൻ കഴിയാത്തത്? ജനിപ്പിച്ച് വളർത്തിയ അപ്പനോട് എന്തുകൊണ്ടാണ് മക്കൾക്ക് ക്ഷമിക്കാൻ കഴിയാത്തത്? മറിച്ച് അവർക്ക് വേണ്ടി ജീവിതം ഹോമിച്ച് അനേക ത്യാഗങ്ങൾ ചെയ്ത് തങ്ങളെ വളർത്തി വലുതാക്കി ആ ചോരയും നീരും തന്ന് തങ്ങളെ വലുതാക്കിയ മാതാപിതാക്കളോട് എന്തുകൊണ്ടാണ് മക്കൾക്ക് ക്ഷമിക്കാൻ കഴിയാത്തത്? പ്രിയപ്പെട്ടവരെ, കൂടെ പിറന്നവരോട് അവർ ചെയ്ത കുഞ്ഞു കുഞ്ഞു തെറ്റുകളുടെ പേരിൽ പിണങ്ങിയിട്ട് നാളുകളായി, മാസങ്ങളായി, വർഷങ്ങളായി പരസ്പര ബന്ധമില്ലാതെ, കയറിയിറങ്ങാതെ, ഫോണിൽ പോലും വിളിക്കാതെ, തമ്മിൽ കണ്ടാൽ ചിരിക്കാതെ, ശത്രുതാ മനോഭാവത്തോടെ ക്രിസ്ത്യാനി എന്ന് വേർപെട്ടവർ നടക്കുന്നത് എന്തുകൊണ്ടാണ്? അവരോട് ക്ഷമിക്കാൻ കഴിയാത്തത് കൊണ്ടാണ്. എന്തുകൊണ്ടാണ് ക്ഷമിക്കാൻ കഴിയാത്തത്? അവരെ ആരെയും നാം സ്നേഹിക്കുന്നില്ല പ്രിയപ്പെട്ടവരെ. സ്നേഹിക്കുന്ന ആളോട് തീർച്ചയായിട്ടും നമുക്ക് ക്ഷമിക്കാൻ കഴിയും. ക്ഷമിക്കുന്ന ആളെ തീർച്ചയായും നമുക്ക് സ്നേഹിക്കാനായിട്ട് കഴിയും. അപ്പോൾ നാം തിരിച്ചറിയുക, ക്ഷമയും സ്നേഹവും ഒരു നാണയത്തിൻ്റെ രണ്ട് വശങ്ങളാണ്. ഈ വിലയേറിയ യാഥാർത്ഥ്യം ഇന്ന് നമ്മുടെ ജീവിതത്തിൽ നടപ്പിലാകുമ്പോഴാണ് ക്രൂശിൽ കിടന്നുകൊണ്ട് യേശു പ്രാർത്ഥിച്ച പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായി മാറുന്നത്. നമ്മളെ വേദനിപ്പിച്ചവരോടും നമ്മുടെ മുറിവേൽപ്പിച്ചവരോടും ആത്മാർത്ഥമായി നമുക്ക് ക്ഷമിക്കാൻ കഴിയുമ്പോൾ മാത്രമേ നമുക്കവരെ സ്നേഹിക്കാൻ കഴിയുന്നുള്ളൂ എന്ന വലിയ യാഥാർത്ഥ്യത്തിലേക്ക് നാം എത്തിപ്പെടുകയാണ്. പ്രിയപ്പെട്ടവരെ, നാം നമ്മുടെ സ്നേഹം മറ്റുള്ളവരോട് വെളിപ്പെടുത്തേണ്ടത് അവരെ ആത്മാർത്ഥമായി അവരോട് ക്ഷമിച്ചുകൊണ്ടാണ്. തെറ്റുപറ്റാത്ത മനുഷ്യരാരും ലോകത്തില്ല എന്നൊരു ബോധം എപ്പോഴും നമ്മുടെ ഉള്ളത്തെ ഭരിച്ചുകൊണ്ടിരിക്കണം. ഞാൻ ഈ ആയുസ്സിൽ ചെയ്തിട്ടുള്ളത് മുഴുവൻ ശരി മാത്രമാണെന്നല്ലേ നമ്മളെല്ലാവരും തെറ്റിദ്ധരിച്ചിരിക്കുന്നത്? ഒരുപാട് തെറ്റുകൾ നമ്മൾ ചെയ്തിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ. അത് തെറ്റാണെന്ന് ഇന്നുവരെ നമുക്ക് തോന്നിയിട്ടില്ല, ബോധ്യപ്പെട്ടിട്ടുമില്ല. പക്ഷേ നമ്മുടെ കൂടെ സഞ്ചരിച്ച ഒത്തിരി പേർക്ക് നമ്മൾ ചെയ്തതൊക്കെ തെറ്റാണെന്ന് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് പലപ്പോഴും അവർ നമ്മളോട് വിയോജിപ്പ് പ്രകടിപ്പിച്ചത്, അസഹിഷ്ണുത പ്രകടിപ്പിച്ചത്, അവർ അസ്വസ്ഥരായത്. നമ്മളത് മനസ്സിലാക്കിയില്ല. നാം ഒരുപാട് തെറ്റുകൾ ജീവിതത്തിൽ ചെയ്തിട്ടുള്ളവരാണ്, തെറ്റുകളിലൂടെ കടന്നു പോകുന്നവരാണ്. അത് മനസ്സിലാകാത്തതാണ് നമ്മുടെ ഏറ്റവും വലിയ അപജയം. എന്നിട്ട് നാം വിചാരിക്കുന്നു നമ്മൾ ചെയ്യുന്നത് മുഴുവനും ശരിയാണെന്ന്. അത് തന്നെ തെറ്റാണ് ആ ബോധം. അതുപോലെ മറ്റുള്ളവർ ചെയ്യുന്നതൊക്കെ തെറ്റാണെന്നാണ് നമ്മുടെ ചിന്താഗതി. അവർ ചെയ്യുന്ന ഒരുപാട് കാര്യം ശരികളാണ്, പക്ഷേ ആ ശരികളൊന്നും കാണാനായിട്ട് നമുക്ക് കഴിയുന്നില്ല. ഏറ്റവും എളുപ്പം മനസ്സിലാകുന്ന ഒരു ഉദാഹരണം പറഞ്ഞാൽ, എൻ്റെ ജീവിതത്തിൽ ഒരു തെറ്റുണ്ട് എന്ന് ഒരാൾക്ക് ബോധ്യപ്പെട്ടിട്ട് ആ ആൾ ആ തെറ്റെന്നെ ചൂണ്ടിക്കാണിച്ചാൽ സത്യത്തിൽ അയാൾ ചെയ്യുന്നത് ഒരു ശരിയാണ്. പക്ഷേ എനിക്ക് മനസ്സിലാകുന്നത് അയാൾ എന്നോട് തെറ്റ് ചെയ്തു, അയാൾ എന്നെ ചെറുതാക്കി, അയാൾ എന്നെ അപമാനിച്ചു, അയാൾ എന്നെ നാണം കെടുത്തി, ഇനി അയാളോട് എനിക്ക് ക്ഷമിക്കാൻ കഴിയില്ല എന്ന ഒരു തെറ്റായ വികാരമാണ് നമ്മുടെ ഉള്ളിൽ രൂപപ്പെട്ടു വരുന്നത്. ഇങ്ങനെ മറ്റുള്ളവരുടെ ശരികളെ വായിച്ചെടുക്കുന്നതിൽ നാം പരാജയപ്പെടുമ്പോൾ തന്നെ സ്വന്തം തെറ്റുകളെ വായിച്ചെടുക്കുന്നതിൽ നാം പരാജയപ്പെടുന്നു. അതുകൊണ്ടാണ് എവിടെയും നമുക്ക് അസ്വസ്ഥതകളിലൂടെ കടന്നു പോകേണ്ടി വരുന്നതും കലഹങ്ങൾക്ക് കാരണമായി തീരുവാനിട വരുന്നതും. പ്രിയപ്പെട്ടവരെ, ഇന്ന് ക്രൂശിക്കപ്പെട്ട യേശുവിനെ ഹൃദയത്തിൽ ബോധ്യപ്പെടുവാൻ നമുക്ക് ഭാഗ്യം കിട്ടി എങ്കിൽ നാം ഇന്ന് യേശു ക്രിസ്തുവിൽ നിന്ന് ആ ശക്തി നമ്മുടെ ജീവിതത്തിൽ അളന്നെടുക്കണം. യേശു പ്രാർത്ഥിച്ചതുപോലെ പ്രാർത്ഥിക്കുകയല്ല, യേശു ചെയ്തതുപോലെ ചെയ്യാൻ കഴിയണം. നമ്മെ മുറിവേൽപ്പിച്ചവരോട് അങ്ങേയറ്റം ക്ഷമിക്കാനും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുമുള്ള മനസ്സ് നമുക്കുണ്ടാകണം. പ്രിയപ്പെട്ടവരെ, ഈ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്ന് പറയുമ്പോൾ അത് കുറച്ചുകൂടെ കടന്ന ഒരു കാഴ്ചപ്പാടായി നമ്മളിൽ രൂപപ്പെടണം. ഒരാളോട് ആത്മാർത്ഥമായി ക്ഷമിക്കാതെ അയാളെ സ്നേഹിക്കാൻ കഴിയില്ല, ആത്മാർത്ഥമായി അയാളെ സ്നേഹിക്കാതെ അയാളോട് ക്ഷമിക്കാനും കഴിയില്ല എന്ന് പറഞ്ഞല്ലോ. ഈ നിലയിൽ നിന്നുകൊണ്ട് ചിന്തിക്കുമ്പോഴാണ് ഒരാളോട് ആത്മാർത്ഥമായി ക്ഷമിക്കാതെ ഒരു കാരണവശാലും ആ ആൾക്ക് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാൻ നമുക്ക് കഴിയില്ല. നമ്മൾ ഒരാളോട് ക്ഷമിക്കാതെ ആ ആൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥന അയാളുടെ നന്മയെ കരുതിയുള്ള പ്രാർത്ഥനയാകില്ല. മിക്കപ്പോഴും ആ പ്രാർത്ഥനയുടെ രത്ന ചുരുക്കം അയാളെ ശിക്ഷിക്കണമെന്നോ അയാളോട് പകരം വീട്ടണമെന്നോ ഒക്കെ ആയിരിക്കും. എന്നാൽ ഒരാളെ ആത്മാർത്ഥമായി സ്നേഹിച്ചുകൊണ്ടാണ് പ്രാർത്ഥിക്കുന്നതെങ്കിൽ, ആ ആളോട് ആത്മാർത്ഥമായി ക്ഷമിച്ചുകൊണ്ടാണ് പ്രാർത്ഥിക്കുന്നതെങ്കിൽ ആ പ്രാർത്ഥനയുടെ മാനം മറ്റൊന്നാണ്. ആ വ്യക്തിയെ സ്നേഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കയാൽ അയാൾക്കൊരു ക്ഷതവുമേൽക്കാതെ, പരിക്ക് പറ്റാതെ ദൈവം അയാളെ ഉള്ളംകരത്തിൽ വഹിച്ച്
പരിശുദ്ധാത്മാവിൽ നിറച്ച് പരിപാലിക്കേണ്ടതിനായിരിക്കും നമ്മുടെ പ്രാർത്ഥന. ദൈവമക്കളെ, ഈ നാളുകളിൽ പലപ്പോഴും നാം നമ്മളെ മുറിവേൽപ്പിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥന വളരെ നെഗറ്റീവായിട്ടാണ് ദൈവസന്നിധിയിൽ ചൊല്ലുന്നത്. ദൈവമേ, നീ എനിക്ക് പ്രതിക്രിയ നടത്തി തരണമെന്ന് പ്രാർത്ഥിക്കുമ്പോൾ എന്നെ മുറിവേൽപ്പിച്ചവരോട് നീ പകരം വീട്ടണമെന്നൊരു ചിന്ത ഉണ്ടാകാം. അപ്പോൾ അല്പമെങ്കിലും ശത്രുതാ മനോഭാവം ഉള്ളിൽ വെച്ചുകൊണ്ടോ വെറുപ്പ് ഉള്ളിൽ വെച്ചുകൊണ്ടോ കോപമോ ഈർഷ്യതയോ ഉള്ളിൽ വെച്ചുകൊണ്ടോ ഒക്കെയാണ് നാം ദൈവത്തോട് ആ ആൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. ശരിക്കും അപ്പോൾ നടത്തുന്നത് പ്രാർത്ഥനയല്ല, അതൊരു പ്രതികാരമാണ് എന്ന് നാം തിരിച്ചറിയണം. യേശുക്രിസ്തു ക്രൂശിൽ കിടന്നുകൊണ്ട് ഈ പീഡാനുഭവവാരത്തിൽ നമുക്ക് തരുന്ന ഒന്നാമത്തെ ധ്യാനം അതാണ്: ക്ഷമിക്കുക, സ്നേഹിക്കുക, പ്രാർത്ഥിക്കുക. ക്ഷമിക്കുക, സ്നേഹിക്കുക, പ്രാർത്ഥിക്കുക. പ്രിയപ്പെട്ടവരെ, ഈ വിഷയം ധ്യാനിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ സ്വന്തം ജീവിതത്തെ ഒന്ന് നോക്കി പരിശോധിപ്പാൻ നമുക്ക് ഭാഗ്യമുണ്ടായെങ്കിൽ എത്ര നന്നായിരുന്നു. നമ്മളെ മുറിവേൽപ്പിച്ചത് ആര് തന്നെ ആകട്ടെ, അത് സ്വന്തം ജീവിത പങ്കാളിയോ പിതാവോ മാതാവോ കൂടപ്പിറപ്പോ ആരുമാകട്ടെ, അവരെ ആത്മാർത്ഥമായിട്ടൊന്ന് സ്നേഹിച്ചിട്ട് അവർ ചെയ്ത തെറ്റ് അതെത്ര വലിയ തെറ്റാണെങ്കിലും ഒന്ന് ക്ഷമിച്ചിട്ട് അവർക്ക് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാൻ നമുക്ക് കഴിയുമോ? അപ്പോഴാണ് കുരിശിൽ കിടക്കുന്ന യേശുവിനോട് നാം താതാത്മ്യപ്പെടുന്നത്. അപ്പോൾ മാത്രമാണ് ക്രൂശിക്കപ്പെട്ട യേശു നമ്മുടെ രക്ഷിതാവാണെന്ന് നാം അടയാളപ്പെടുത്തുന്നത്. അപ്പോൾ മാത്രമാണ് യേശു ഒരുക്കിയ വിലമതിക്കാനാകാത്ത രക്ഷയ്ക്ക് നാം അർഹരായിത്തീരുന്നത്. ആ നിലകളിലേക്ക് നമ്മുടെ ആധ്യാത്മികതയ്ക്കൊരു പുതിയ ദർശനം രൂപപ്പെടുത്തിയെടുക്കാനാകട്ടെ ഈ പീഡാനുഭവ വാരത്തിലെ ധ്യാനത്തിൽ ആദ്യം നമുക്ക് സാധ്യമാകുന്നത്. ക്രൂശിൽ നിന്ന് കേൾക്കുന്ന രണ്ടാമത്തെ ചിന്ത കൂടെ ഇതോട് ചേർത്ത് നിങ്ങളുമായി പങ്കിടട്ടെ. കുരിശിൽ നിന്ന് കേട്ട രണ്ടാമത്തെ ശബ്ദം, യേശുക്രിസ്തുവിനോട് ക്രൂശിക്കപ്പെട്ട കള്ളന്മാരിൽ ഒരുത്തൻ, സഭ പഠിപ്പിക്കുന്ന പ്രമാണമനുസരിച്ച് വലതുഭാഗത്തെ കള്ളൻ, അവൻ ക്രൂശിൽ കിടന്നുകൊണ്ട് യേശുവിനെ തിരിച്ചറിഞ്ഞു, യേശുവിൽ രക്ഷിതാവിനെ കണ്ടെത്തി. അവൻ ഹൃദയം ഉരുകി ക്ഷമ ചോദിച്ച് പ്രാർത്ഥിക്കുകയാണ്: കർത്താവേ, നീ രാജത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെയും കൂടെ ഓർക്കണമേ. ആ മനുഷ്യൻ വളരെ സങ്കടപ്പെട്ടാണ് പ്രാർത്ഥിക്കുന്നത്. ശരിക്കും അയാളുടെ പശ്ചാത്താപത്തിൽ നിന്നാണ് പ്രാർത്ഥന ഉരുത്തിരിഞ്ഞത്. അയാൾ അനുതപിക്കുകയാണ്, കരയുകയാണ്, നിലവിളിക്കുകയാണ്. ഈ ആയുസ് മുഴുവൻ തെറ്റ് മാത്രം ചെയ്തൊരു മനുഷ്യനാണ് ഞാൻ. ദൈവമേ, ഞാൻ ഒരുപാട് തിന്മകൾ പ്രവർത്തിച്ചു. ഇന്നോളം ഞാൻ എൻ്റെ രക്ഷിതാവിനെ തിരിച്ചറിഞ്ഞില്ല. ഇപ്പോൾ ഞാൻ കാണുന്നു ക്രൂശിൽ എൻ്റെ അരികത്ത് തൂക്കപ്പെട്ടിരിക്കുന്ന മെശിഹായെ, നീ സത്യമായിട്ടും രക്ഷിതാവാണ്. നീ മഹത്വത്തിൻ്റെ രാജാവാണ്. നീ നിത്യസ്വർഗത്തിൻ്റെ ഉടയവനാണ്. നീ രാജത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെയും കൂടെ ഓർക്കണമേ. അപ്പോഴാ കള്ളന് കർത്താവ് കൊടുത്ത വരമാണ് രണ്ടാമത്തെ ശബ്ദമായി അവൻ്റെ ആ അധരത്തിൽ നിന്ന് പൊഴിഞ്ഞു വീണത്. യേശു അവനോട് പറഞ്ഞു: ഇന്ന് ഞാൻ നിന്നോട് പറയുന്നു, നീ ഇന്ന് എന്നോടുകൂടെ പറുദീസായിൽ ഇരിക്കും. പ്രിയപ്പെട്ടവരെ, അത് വളരെ വിലപ്പെട്ട ഒരു പ്രത്യാശാപൂർവമായ വാക്കാണ്. രക്ഷയുടെ വാഗ്ദാനം, വീണ്ടെടുപ്പിൻ്റെ വാഗ്ദാനം, പ്രത്യാശയുടെ വാഗ്ദാനം, ആനന്ദപൂർണമായ ഒരു വാഗ്ദാനം. അതാണ് രണ്ടാമത്തെ മൊഴി. യേശു കുരിശിൽ കിടന്നുകൊണ്ട് എല്ലാ മനുഷ്യരെയും നോക്കിയാണ് ഈ വാക്ക് പറയുന്നത് എന്ന ബോധം നമ്മളെ ഭരിക്കണം. ഒരു പാപിയെ സംബന്ധിച്ച് ആ മനുഷ്യൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭീതി താൻ ശിക്ഷിക്കപ്പെടുമെന്നുള്ളതാണ്. പാപത്തിന് ശിക്ഷയുണ്ട് എന്ന് ഏതൊരു പാപിക്കും അറിയാം. തെറ്റ് ചെയ്യുന്ന ഏത് മനുഷ്യൻ്റെയും അന്തരംഗം മന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത് ഞാൻ ഒരു നാളിൽ പിടിക്കപ്പെടും, ഒരു നാളിൽ ശിക്ഷിക്കപ്പെടുമെന്ന് തന്നെയാണ്. എന്നാൽ ഈ വണ്ണം ജീവിതത്തിൽ ചെയ്ത തെറ്റുകളെക്കുറിച്ച് ഓർത്ത് നെടുവീർപ്പിടുകയോ ഭാരപ്പെടുകയോ സങ്കടപ്പെടുകയോ ചെയ്യുന്ന ആളുകളെ നോക്കി നമ്മുടെ രക്ഷിതാവും കർത്താവുമായ തമ്പുരാൻ പറയുന്നു: നീ ഭാരപ്പെടേണ്ടതില്ല, ഞാനാണ് നിൻ്റെ പ്രതീക്ഷ, ഞാനാണ് നിൻ്റെ പ്രത്യാശ. സകല പാപികളോടുമാണ് കർത്താവ് പറയുന്നത്: നോക്ക്, നിൻ്റെ ശിക്ഷ ഞാൻ ഏറ്റെടുത്തിരിക്കുന്നു. നിൻ്റെ മേൽ വരേണ്ട പാപത്തിൻ്റെ ശിക്ഷ ഞാൻ ഏറ്റെടുത്തിരിക്കുന്നു. ഇന്ന് ഞാൻ നിന്നെ വിടുവിച്ചിരിക്കുന്നു, ഞാൻ നിന്നെ വീണ്ടെടുത്തിരിക്കുന്നു. ഇനി നിൻ്റെ മേൽ ശിക്ഷ വരികയില്ല. ഞാൻ നിൻ്റെ രക്ഷിതാവാണ്. ഞാൻ നിൻ്റെ മുമ്പിൽ അടയ്ക്കപ്പെട്ടിരുന്ന ആ പറുദീസയുടെ വാതിൽ തുറന്നിരിക്കുന്നു. ദൈവത്തിൻ്റെ മുമ്പിൽ നിനക്കുണ്ടായിരുന്നതായ സ്ഥാനം ഞാൻ മറ്റൊന്നാക്കി മാറ്റിയിരിക്കുന്നു. നീ ദൈവത്തെ ഒരുപാട് മുറിവേൽപ്പിച്ച് ശത്രുസ്ഥാനത്ത് നിന്നെങ്കിൽ നീ ചെയ്ത സകല തെറ്റിൻ്റെയും ശിക്ഷ ഞാൻ ഏറ്റെടുത്തതിനാൽ
ദൈവത്തിന് നീ മിത്രമായി തീർന്നിരിക്കുന്നു. അതുകൊണ്ട് ദൈവ പൈതലേ, നീ സങ്കടപ്പെടേണ്ടതില്ല, ഭാരപ്പെടേണ്ടതില്ല. ഞാനാണ് നിൻ്റെ പ്രത്യാശ, ഞാൻ നിൻ്റെ വീണ്ടെടുപ്പുകാരനാണ് എന്ന വലിയ യാഥാർത്ഥ്യം. ഇത് മറ്റൊരാളും ലോകത്ത് ഇന്നു വരെ പറഞ്ഞിട്ടില്ല. ഒരു പാപിയെ നോക്കി നീ കരയേണ്ട, നിനക്കൊരു വീണ്ടെടുപ്പ് സാധ്യമാണ്. ഞാനാണ് നിൻ്റെ വിമോചകൻ, ഞാൻ നിനക്ക് വേണ്ടി സ്വർഗമണവറ ഒരുക്കുന്നു. ഇന്നു നീ എന്നോടുകൂടെ പറുദീസായിലിരിക്കുമെന്ന വിലമതിക്കാനാകാത്ത ആ വാഗ്ദാനം ലോകത്ത് മറ്റാരും പറഞ്ഞിട്ടില്ല പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് ലോകത്തുള്ള ഏത് പാപിയുടെയും ഏക പ്രത്യാശ കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തു മാത്രമാണ്. അതുകൊണ്ടാണ് അപ്പോസ്തലനായ പത്രോസ് പെന്തിക്കോസ്ത് നാളിലെ പ്രസംഗത്തിൽ ഇങ്ങനെ വിളംബരം ചെയ്തത്: മറ്റൊരുത്തനിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴെ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറെ ഒരു നാമവുമില്ല. യേശു മാത്രം ഏക രക്ഷകൻ, യേശു മാത്രം ഏക വീണ്ടെടുപ്പുകാരൻ, യേശു മാത്രം, യേശു മാത്രം, യേശു മാത്രം. പ്രിയപ്പെട്ടവരെ, കർത്താവ് എത്ര വിലപ്പെട്ട വാഗ്ദാനങ്ങളാണ് രക്ഷയുമായി ബന്ധപ്പെടുത്തി നമുക്ക് തന്നിട്ടുള്ളത്. ശുദ്ധമുള്ള യോഹന്നാൻ എഴുതിയ രക്ഷാസുവിശേഷം 10-ാം അധ്യായത്തിലെ 9-ാമത്തെ തിരുവചനം ഇങ്ങനെയാണ്. യേശു വിളംബരം ചെയ്യുകയാണ്: ഞാൻ വാതിലാകുന്നു. അതെ, ഞാൻ വാതിലാകുന്നു. എന്നിലൂടെ കടക്കുന്നവൻ രക്ഷ പ്രാപിക്കും. അവൻ അകത്തു വരികയും പുറത്തു പോവുകയും മേച്ചൽ കണ്ടെത്തുകയും ചെയ്യും. ഞാൻ വാതിലാകുന്നു എന്ന് കർത്താവ് പറയുമ്പോൾ അത് സ്വർഗരാജ്യമാകുന്ന തൊഴുത്തിൻ്റെ വാതിലിനെക്കുറിച്ചാണ് കർത്താവ് പറയുന്നത്. ആ രാജ്യത്തിൽ പ്രവേശിക്കേണ്ട ആടുകളാണ് ഞാനും നിങ്ങളും. എനിക്ക് നിങ്ങൾക്കും അകത്ത് പ്രവേശിക്കാൻ അർഹതയില്ലെന്ന് തിരിച്ചറിഞ്ഞിട്ട് എൻ്റെയും നിങ്ങളുടെയും പാപത്തിൻ്റെ കറകളങ്കങ്ങൾ തൻ്റെ തങ്കച്ചോരയാൽ കഴുകി വെടിപ്പാക്കേണ്ടതിന് കാൽവരി ക്രൂശിൽ യാഗമർപ്പിക്കപ്പെട്ട് തൻ്റെ ശരീരത്തിലെ അവസാനത്തുള്ളി ചോരയും പാപിക്ക് വേണ്ടി ഊറ്റി ഒഴുക്കി പാപിയെ പാപത്തിൽ നിന്ന് കഴുകി വെടിപ്പാക്കിയവനാണ് പറയുന്നത്. വിശ്വസിച്ചടുത്തു വരുന്ന വിശ്വാസിയെ മാനസാന്തരപ്പെടുവാൻ മനസ്സുള്ള മനുഷ്യ, ഞാനാണ് വാതിൽ, എന്നിലൂടെയാണ് നീ അകത്ത് പ്രവേശിക്കുക. സ്വർഗരാജ്യത്തിലേക്കുള്ള ഏക വാതിൽ ഞാനാണ്. ഞാൻ നിന്നെ അകത്ത് പ്രവേശിപ്പിക്കും. എന്നിൽ കൂടെ അല്ലാതെ ആരും പിതാവിൻ്റെ അരികിൽ എത്തുന്നില്ല. ദൈവരാജ്യത്തിലേക്കുള്ള ഏക വഴിയും ഏക വാതിലും ഞാൻ മാത്രമാണ്. ലോകത്ത് ഒരുപാട് പേർ ഒരുപാട് നന്മകൾ പ്രസംഗിച്ചിട്ടുണ്ട്, പഠിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ ഞാനാണ് വഴിയെന്നും ഞാനാണ് വാതിലെന്നും വേറെ ആരും പറഞ്ഞിട്ടില്ല. എന്തുകൊണ്ടെന്നാൽ മറ്റൊരാൾക്കും അത് പറയാനുള്ള ചങ്കുറപ്പുണ്ടായിട്ടില്ല. യേശു മാത്രമേ പാപിക്ക് വേണ്ടി പ്രായശ്ചിത്തമായിട്ടുള്ളൂ. യേശു മാത്രമേ വിമോചനം സാധിപ്പിച്ചിട്ടുള്ളൂ. യേശു മാത്രമേ രക്തത്തിൻ്റെ കഴുകൽ പ്രഖ്യാപിച്ചിട്ടുള്ളൂ. യേശു മാത്രമേ പാപപരിഹാരകനായി മാറിയിട്ടുള്ളൂ. ആ യേശുവിനെ ആയിരിക്കുന്ന അവസ്ഥയിൽ കള്ളന് മനസ്സിലാകേണ്ടതുപോലെ മശിഹായെ മനസ്സിലായപ്പോഴാണ് അവൻ അഭയം ചൊല്ലിയത്: കർത്താവേ, നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെയും കൂടെ ഓർക്കണമേ. കർത്താവ് ആ കള്ളന് കൊടുത്ത വരം ഇന്ന് ഞാൻ നിന്നോട് പറയുന്നു: നീ ഇന്ന് എന്നോടുകൂടെ പറുദീസായിലിരിക്കുമെന്നാണ്. ഇത് കർത്താവേ, ഞാൻ പാപിയാണ്, ഞാൻ സമ്മതിക്കുന്നു, നീ മാത്രമാണ് ഏക രക്ഷിതാവ്. നിൻ്റെ ക്രൂശിലെ യാഗം എനിക്ക് വേണ്ടി സംഭവിച്ചതാണ്. നിൻ്റെ രക്തത്താൽ എന്നെ കഴുകണമേ, എനിക്ക് മോക്ഷം പ്രാപിപ്പാൻ ഭാഗ്യം തരണമേ എന്ന് ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന തിന്മ ജീവിതത്തിൽ ആവർത്തിച്ചും അനുവർത്തിച്ചും ജീവിക്കുന്ന ഏതെങ്കിലും ഒരു പാപി ദൈവസന്നിധിയിൽ ആ കള്ളനോടൊപ്പം നിലവിളിക്കുമെങ്കിൽ കർത്താവായി യേശു മശിഹ നാം ഓരോരുത്തരോടും അനുദപിച്ച് അടുത്തു വരുന്ന ഓരോ പാപിയോടും പറയുന്നത് അതേ വാചകമാണ്. ഇന്ന് ഞാൻ നിന്നോട് പറയുന്നു, നീ ഇന്ന് എന്നോടുകൂടെ പറുദീസായിൽ തന്നെ ഇരിക്കും. ദൈവമക്കളെ, ആ ഒരു ഭാഗ്യകരമായ വാക്ക് കള്ളന് കേൾക്കുവാൻ ഭാഗ്യമുണ്ടായി എങ്കിൽ ആ വാക്ക് കേൾക്കാനുള്ള മഹാഭാഗ്യം ഈ ധ്യാനത്തിൽ പങ്കുചേരുന്ന സകല ആളുകൾക്കും ഉണ്ടാകണം. കർത്താവിൻ്റെ പീഡാനുഭവവാര ധ്യാനത്തിൽ യേശു ക്രിസ്തു മൂലമുള്ള വിമോചനത്തിൻ്റെ അനുഭവം നമ്മളിൽ കണ്ടെത്തുവാൻ നമുക്ക് കഴിഞ്ഞില്ല എങ്കിൽ നമ്മൾ ഈ വലിയ നോമ്പെടുത്തതും ഈ പീഡാനുഭവവാര ധ്യാനങ്ങളിലൂടെ കടന്നു പോകുന്നതും പ്രയോജനകരമല്ല എന്ന് വരുമല്ലോ. വീണ്ടും യോഹന്നാൻ എഴുതിയ രക്ഷാസുവിശേഷം 10-ാം അധ്യായത്തിൻ്റെ 11-ാമത്തെ തിരുവചനം കേൾക്കുക. ഞാൻ നല്ല ഇടയനാകുന്നു, നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി തൻ്റെ ജീവനെ വയ്ക്കുന്നു. പ്രിയപ്പെട്ടവരെ, തൻ്റെ ആടുകൾക്ക് വേണ്ടി
ജീവനെ വെച്ച് കൊടുത്ത നല്ല ഇടയനാണ് കർത്താവ്. ഒരു നല്ല ഇടയന് മാത്രമേ ആടിൻ്റെ പ്രാണൻ രക്ഷിക്കാൻ വേണ്ടി സ്വന്തം പ്രാണൻ കളയാൻ മനസ്സ് വരികയുള്ളൂ. അല്ലെങ്കിൽ ഒരു സാമാന്യ ഇടയൻ ആടിനെ കാട്ടുമൃഗം പിടിച്ചു കൊന്നാലും സ്വന്തം പ്രാണൻ രക്ഷിക്കാനേ ശ്രമിക്കുകയുള്ളൂ. സ്വന്തം പ്രാണൻ തൻ്റെ ആടുകളേക്കാൾ വലുതാണെന്ന് വിലമതിച്ചിട്ട് തൻ്റെ ആടുകളുടെ ജീവൻ രക്ഷിപ്പാൻ വേണ്ടി സ്വന്തം ജീവനെ വെച്ചു കൊടുത്ത ഈ നല്ല ഇടയൻ മറ്റൊരിടത്ത് കാണാൻ കഴിയില്ലല്ലോ. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന മുഴുവൻ ആളുകളോടും കർത്താവായ യേശുക്രിസ്തു ഒരു വാക്കിപ്പോൾ പറയുന്നുണ്ട്. മകനെ, മകളെ, നീ എത്ര വലിയ പാപിയായാലും ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. നീ എത്ര വലിയ പാപിയായാലും ഞാൻ നിനക്ക് വേണ്ടി മരിച്ചിരിക്കുന്നു. നീ എത്ര വലിയ പാപിയായാലും ഞാൻ നിന്നെ വീണ്ടെടുക്കാൻ മനസ്സുള്ള നിൻ്റെ രക്ഷിതാവാകുന്നു. ഞാൻ കാൽവരി ക്രൂശിൽ മരിച്ചത് ആ കള്ളന് വേണ്ടി മാത്രമല്ല കുഞ്ഞേ, നിനക്ക് വേണ്ടിയും കൂടെയാണ്. കള്ളൻ പ്രാർത്ഥിച്ചതുപോലെ നീയും ഇന്ന് പ്രാർത്ഥിക്കുമെങ്കിൽ, കള്ളൻ അനുദപിച്ചതുപോലെ നീയും ഇന്ന് അനുദപിക്കുമെങ്കിൽ, കള്ളൻ നെടുവേർപ്പെട്ടതുപോലെ നീയും ഇന്ന് നെടുവേർപ്പെടുമെങ്കിൽ, ഇന്ന് നീ നിൻ്റെ പാപത്തെ വിട്ട് കുരിശിൻ്റെ ചുവട്ടിലേക്ക് വരുമെങ്കിൽ, ഇന്ന് നീ മാനസാന്തരപ്പെടുമെങ്കിൽ, എങ്കിൽ ആ വാഗ്ദാനം ഇന്ന് നിനക്കും സ്വായത്തമാക്കാം. ദൈവമക്കളെ, കർത്താവ് കുരിശിൽ നിന്ന് പറയുന്ന ശബ്ദം എൻ്റെയും നിങ്ങളുടെ ഹൃദയങ്ങളിൽ ഇരമ്പി കയറുമ്പോൾ, ഞാനാണ് കർത്താവേ ആ പാപി, ഞാനാണ് ആ കള്ളൻ, എനിക്കാണ് മോചനം ആവശ്യമുള്ളത്. എൻ്റെ പൊന്നു തമ്പുരാനെ, ഞാൻ നെഞ്ചു നീറിപ്പറയുന്നു, ആ വാഗ്ദാനം ഞാനും പ്രാപിക്കട്ടെ. ഇന്ന് നമ്മുടെ ഒരു വലിയ പ്രശ്നം, അനുദപിക്കാൻ മാത്രം നമ്മൾ തയ്യാറല്ല. പകരം മറ്റെന്തൊക്കെ വേണമെങ്കിലും ചെയ്യാൻ നമ്മൾ തയ്യാറാണ്. നാം പ്രാർത്ഥിക്കുന്നുണ്ട്, തീർത്ഥാടനങ്ങൾ നടത്തുന്നുണ്ട്, വഴിപാടുകളും നേർച്ചകളും കഴിക്കുന്നുണ്ട്, ദൈവാലയങ്ങൾ പണിയുന്നുണ്ട്, അതിന് നേതൃത്വം കൊടുക്കുന്നുണ്ട്. എല്ലാ ദൈവാലയങ്ങൾക്കും 5 കുരിശുതൊട്ടികളുണ്ട്. അത് പണിയാൻ നമ്മൾ മുമ്പിട്ടിറങ്ങുന്നുണ്ട്. അതിനുവേണ്ടി നാം കൈത്താങ്ങൽ കൊടുക്കുന്നുണ്ട്. ദാനധർമ്മങ്ങൾ ഒരുപാട് ചെയ്യുന്നുണ്ട്. സുവിശേഷ യോഗങ്ങൾ നടത്തുന്നുണ്ട്. ധ്യാന യോഗങ്ങൾ നടത്തുന്നുണ്ട്. ധ്യാനം കൂടുന്നുണ്ട്. സുവിശേഷ വേലയ്ക്ക് കൊടുക്കുന്നുമുണ്ട്. ഇതൊക്കെ ചെയ്ത് നാം മുന്നോട്ട് പോകുമ്പോഴും ഒരു കാര്യം നാം വിസ്മരിക്കുന്നുണ്ട്. നാം അനുദപിക്കുന്നില്ല, വേണ്ടവണ്ണം കുമ്പസാരിക്കുന്നില്ല, നാം നമ്മുടെ പാപത്തെ വിട്ട് മടങ്ങുന്നില്ല. ഓർക്കുക, നാം ചെയ്യുന്ന ഏത് പുണ്യകർമ്മങ്ങളെക്കാളും ഏത് ആരാധനയേക്കാളും അത്യാവശ്യമായിട്ടുള്ളത് നമ്മുടെ അനുതാപമാണ്, നമ്മുടെ മാനസാന്തരമാണ്. ഇത് നമുക്ക് മനസ്സില്ലാതെ ഇരിക്കുന്നിടത്തോളം നമ്മൾ മറ്റെന്തൊക്കെ ചെയ്താലും നമുക്ക് പ്രയോജനം കിട്ടുകയില്ല എന്ന് ഇന്ന് ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തിരിച്ചറിയണം ദൈവമക്കളെ. അത് തിരിച്ചറിയാൻ നമുക്ക് കഴിഞ്ഞില്ല എങ്കിൽ കള്ളൻ പ്രാർത്ഥിച്ചതുപോലെ ഒരു പ്രാർത്ഥന പ്രാർത്ഥിക്കാൻ നമുക്ക് കഴിയില്ല. ഈ ആയുസ്സിൽ നമ്മൾ എന്തോരം പ്രാർത്ഥനകൾ പ്രാർത്ഥിച്ചിട്ടുണ്ട്, എന്തൊക്കെ വിഷയങ്ങളെ വെച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ട്. സ്വന്തം രോഗം മാറിക്കിട്ടാൻ വേണ്ടി, പ്രിയപ്പെട്ടവരുടെ രോഗം സൗഖ്യമാകാൻ വേണ്ടി, സാമ്പത്തിക കഷ്ടത മാറാൻ വേണ്ടി, വിവാഹം നടക്കാൻ വേണ്ടി, വിദ്യാഭ്യാസത്തിൽ വിജയമുണ്ടാകാൻ വേണ്ടി, നല്ല മക്കളെ ലഭിക്കാൻ വേണ്ടി, നല്ല ജോലി ലഭിക്കാൻ വേണ്ടി, വിദേശത്ത് പോകാൻ വിസ കിട്ടാൻ വേണ്ടി തുടങ്ങി എന്തോരം വിഷയങ്ങൾക്ക് വേണ്ടി നാം പ്രാർത്ഥിച്ചിട്ടുണ്ട്. പക്ഷേ ഈ ക്രൂശിൽ കിടന്ന കള്ളൻ പ്രാർത്ഥിച്ചതുപോലെ നമ്മളെപ്പോഴെങ്കിലും ഒന്ന് ചങ്ക് പൊട്ടി നീറിപ്പിടഞ്ഞ് കണ്ണ് നിറഞ്ഞ് ഒന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ടോ ദൈവമക്കളെ? കർത്താവേ, ഞാൻ പാപിയാണ്, ഞാനത് സമ്മതിച്ച് ഏറ്റു പറയുന്നു. ക്രൂശിൽ എൻ്റെ അരികിൽ തൂങ്ങുന്ന നിന്നെ ഞാൻ തിരിച്ചറിയുന്നു. കുരിശിലേക്ക് നോക്കി ഇന്ന് പ്രാർത്ഥിക്കാമോ? കർത്താവേ, ഞാൻ തിരിച്ചറിയുന്നു, നീ പരിശുദ്ധനാണ്, കളങ്കരഹിതനാണ്, നീതിമാനാണ്, പുണ്യവാനാണ്, എൻ്റെ വീണ്ടെടുപ്പുകാരനാണ്, എൻ്റെ രക്ഷിതാവാണ്. ഞാനോ ഒരു വലിയ പാപിയാണ്, രഹസ്യ പാപങ്ങളുടെ ഉടമയാണ്, തിന്മകളേറെ ചെയ്ത ഒരാളാണ്, ഇപ്പോഴും തിന്മകൾ ജീവിതത്തിൽ വെച്ച് പുലർത്തുന്ന ഒരു പാപിയാണ്. എൻ്റെ ജീവിതം തിന്മയുടെ ഭണ്ഡാരമാണ്, ഞാൻ തെറ്റുകാരനാണ്, തെറ്റുകാരിയാണ് എന്ന് ദൈവസന്നിധിയിൽ ഒന്ന് പൊട്ടിക്കരയാൻ ഈ സമയത്ത് ആർക്ക് മനസ്സുണ്ടാകും? ഈ പീഡാനുഭവവാര ധ്യാനത്തിൽ ഒരു അനുതാപത്തിന് മനസ്സുണ്ടാകുമെങ്കിൽ ദൈവമക്കളെ, കർത്താവ് ഇന്ന് നമ്മളോട് പറയും, കുഞ്ഞെ, നീ കരയണ്ട, ഞാനാണ് നിൻ്റെ പ്രത്യാശയുടെ വിഷയം. ഇന്ന് നീ വാഗ്ദാനം പ്രാപിക്കുക,
നിനക്ക് പറുദീസായുടെ വാതിൽ തുറക്കപ്പെട്ടിരിക്കുന്നു. ഞാനാണ് ആ വാതിൽ, ഞാനാണ് അവിടേക്കുള്ള വഴി. എന്നെ രക്ഷിതാവും കർത്താവുമായി നീ അംഗീകരിച്ചെങ്കിൽ, നിൻ്റെ പാപത്തെ ഇന്ന് കുരിശിൻ്റെ ചുവട്ടിൽ നീ ഏറ്റുപറഞ്ഞെങ്കിൽ, ഞാൻ നിന്നെ വീണ്ടെടുത്ത് എൻ്റെ മഹത്വത്തിൽ എന്നോടുകൂടെ നിന്നെ ആനന്ദിക്കുമാറാക്കുമെന്ന്. ഈ ഭാഗ്യകരമായ ശബ്ദം കേൾപ്പാൻ ഇന്ന് ധ്യാനിച്ചു കൊണ്ടിരിക്കുന്ന സകല ദൈവമക്കൾക്കും ഭാഗ്യമുണ്ടാകട്ടെ. ഈ പീഡാനുഭവ വാരം പരസ്പരം ക്ഷമിക്കുന്നതിൻ്റെയും അങ്ങേയറ്റം ഉള്ളു തുറന്ന് സ്നേഹിക്കുന്നതിൻ്റെയും മുറിവേൽപ്പിച്ചവർക്ക് വേണ്ടി സ്നേഹപൂർവ്വം പ്രാർത്ഥിക്കുന്നതിൻ്റെയും വലിയ അനുതാപപൂർവമായ സമർപ്പണത്തിൻ്റെയും ദിനങ്ങളായി മാറട്ടെ. ആയതിനാകട്ടെ ഈ പീഡാനുഭവ ധ്യാനം നമുക്ക് ഉതകുന്നത്. ദൈവം അപ്രകാരം നമ്മെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനും പരിശുദ്ധനുമായ കർത്താവേ, ഇന്ന് ഞങ്ങളെ കേൾപ്പിച്ച വിലപ്പെട്ട സന്ദേശത്തിനായിട്ട് നന്ദി പറയുന്നു. ഞങ്ങളീ കേട്ട സന്ദേശം ഞങ്ങളുടെ ജീവിതത്തിൽ ഓർമ്മപ്പെടുത്തിയതായ എല്ലാ ബോധ്യങ്ങളും ഏറ്റെടുക്കുന്നു. ദൈവമേ, ഞങ്ങൾ ക്ഷമിക്കാൻ തയ്യാറാകുന്നു, ഞങ്ങൾ സ്നേഹിക്കാൻ തയ്യാറാകുന്നു. ക്ഷമിച്ചും സ്നേഹിച്ചും പ്രാർത്ഥിക്കാൻ ഞങ്ങൾ മനഃപൂർവ്വം തീരുമാനിക്കുന്നു. ഒപ്പം കർത്താവേ, സ്വന്തം തെറ്റുകളെക്കുറിച്ച് അനുദപിക്കാൻ, അത് ഏറ്റുപറയാൻ, നെടുവേർപ്പെട്ടുകൊണ്ട് തിരുമുമ്പാകെ നിലവിളിച്ച് സമ്മതിപ്പാൻ ഞങ്ങൾക്ക് ഭാഗ്യം തരുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിൻ്റെ കരവും നിൻ്റെ കൃപയും ഞങ്ങളോടുകൂടെ ഇരിക്കണമേ. നിൻ്റെ പരിശുദ്ധാത്മാവ് ഞങ്ങളെ നയിക്കണമേ. ഈ പീഡാനുഭവ ധ്യാനം ഞങ്ങളുടെ ജീവിതത്തിൽ വലിയ പുതുക്കത്തിനും രൂപാന്തരത്തിനും സൗഖ്യത്തിനും സമർപ്പണത്തിനും മുഖാന്തരമാക്കണമേ. ഞങ്ങളെ അനുഗ്രഹിക്കണം നാഥ. പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. ഞങ്ങൾ നിനക്കും നിൻ്റെ പിതാവിനും പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും തന്നെ. ആമേൻ.